നമസ്കാരം, സ്വാഗതം ദ ഫൈനൽ കൗണ്ടിലേക്ക്. നിലമ്പൂരിൽ നടന്ന ആവേശകരമായ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊടുവിൽ UDF ആധികാരികമായ രാഷ്ട്രീയ വിജയം നേടിയെടുത്തിരിക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് സെമി ഫൈനൽ ഞങ്ങളിതാ സാധ്യമാക്കിയിരിക്കുന്നു, നേടിയെടുത്തിരിക്കുന്നുവെന്നാണ് UDFന്റെ പ്രതികരണം. AK ആന്റണിയുടെ പ്രതികരണം കാണണം. ഈ സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള അവകാശമേ ഇല്ലാതായിരിക്കുന്നു. ഇനി പിണറായി വിജയൻ സർക്കാരിൻ്റെത് ഒരു കെയർ ടേക്കർ സർക്കാർ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു എന്നാണ്. എന്നുവെച്ചാൽ ജനസമ്മതി നഷ്ടമായ സർക്കാർ എന്നതാണ് അവരുടെ വിമർശനം. 2026 പോകും മുൻപ് LDFന്റെ ഒരു മണ്ഡലം സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുകയാണ് UDF ചെയ്തത്. അതിലാവട്ടെ സമഗ്രമായ വിജയം നേടി എന്ന് പറഞ്ഞാലും തെറ്റാവില്ല. ആകെയുള്ള 19 റൗണ്ടുകളിൽ ആകെ 2 മാത്രമാണ് സ്വരാജിന് നേരിയ ഭൂരിപക്ഷം ദൃശ്യമാക്കാൻ കഴിഞ്ഞത്. ബാക്കി എല്ലായിടത്തും സ്വന്തം തട്ടകത്തിൽ പോലും വിചാരിച്ച LDF കേന്ദ്രങ്ങളിൽ പോലും UDFന്റെ സ്ഥാനാർത്ഥി വലിയ മുന്നേറ്റമുണ്ടാക്കുന്ന കാഴ്ച കണ്ടു. PV അൻവർ എന്ന രാജിവെച്ച MLA 20,000-ഓളം വോട്ടുകൾ നേടിക്കൊണ്ടാണ് തൻ്റെ കരുത്ത് തെളിയിച്ചത്. അതേസമയം നഷ്ടപ്പെട്ട വോട്ടുകൾ എന്ന് പറയുന്നത് വലിയ വോട്ടുകളല്ല എന്നും LDFന് കോർ വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞുവെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥി വന്നപ്പോൾ കൊണ്ടുവന്ന വോട്ടുമായി അദ്ദേഹം തിരികെ പോയി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടുകളിൽ ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന തിയറിയാണ് ഇതിന് മറുപടിയായി ഇപ്പോൾ ലെഫ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നു മാത്രവുമല്ല, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളുമായി ചേർന്നുണ്ടാക്കിയ ഈ വിജയത്തെ യഥാർത്ഥ വിജയമായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന മട്ടിലുള്ള മറുപടിയും അവർ പറയുന്നു. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ഇങ്ങനെ ഒരു വലിയ പരാജയത്തിലേക്ക്, അപ്രതീക്ഷിത സ്വഭാവമുള്ള പരാജയത്തിലേക്ക് കുത്തിച്ചത് എന്തൊക്കെ ഘടകങ്ങളാണ്? അതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഈ ഒരു മണിക്കൂർ. ആദ്യം ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം എന്തുമാത്രം വലുതാണ്, ഏതൊക്കെ വഴികളിലൂടെ പരാജയം വന്നു, എന്തുമാത്രം സമഗ്ര സ്വഭാവമുള്ള വിജയം UDF ഇവിടെ നേടിയെടുത്തു, അതിൻ്റെ ഒരു കണക്കുകൾ പരിശോധിക്കുകയാണ്. എൻ്റെ കൂടെ ന്യൂസ് ഡെസ്കിൽ നിന്ന് മഹേഷ് പോലൂർ ചേരുന്നു. മഹേഷ്, കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് ഫലം ഒപ്പം ഇപ്പോഴത്തെ ഫലം, അതിൻ്റെ ഒരു പാറ്റേൺ പരിശോധിച്ചാൽ എങ്ങനെയൊക്കെയാണ് അതിൽ ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയുക? അത് പറയാമോ? നിഷാദ്, തീർച്ചയായും ഇക്കുറി ഏത് തരത്തിലാണ് UDFന്റെ വോട്ട്, എങ്ങനെയാണ് LDFന്റെ വോട്ട്? അൻവർ വന്നപ്പോൾ LDFന്റെ വോട്ട് എത്രമാത്രം അൻവർ ക്യാപ്ചർ ചെയ്തു, എത്രമാത്രം പിടിച്ചെടുത്തു എന്നുള്ളത്, BJPയുടെ നില എന്താണ്, അത് പഞ്ചായത്ത് തിരിച്ചുള്ള കണക്കുകൾ എങ്ങനെയാണ് എന്ന് വിശദമായി തന്നെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് UDFന്റെ ഇത്തവണത്തെ വോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. UDF ഇക്കുറി 77,737 വോട്ട് ഇത്തവണ നേടി. കഴിഞ്ഞ തവണ അത് 78,527 വോട്ടായിരുന്നു. 790 വോട്ടിന്റെ കുറവ് എണ്ണത്തിൽ UDFന് സംഭവിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതായത് വോട്ട് ഇത്തവണ വലിയൊരു വിജയം നേടിയെങ്കിൽ പോലും കഴിഞ്ഞ തവണത്തെ വോട്ടിൽ നിന്ന് നേരിയ കുറവ് UDFിലെ വോട്ടിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു നോക്കേണ്ടത് ഈ കാണുന്ന വോട്ട് വിഹിതമാണ്, വോട്ട് ഷെയറിലേക്കാണ്. ഇത്തവണ 44.17% വോട്ട് UDFന് നിലമ്പൂരിൽ ലഭിച്ചെങ്കിൽ കഴിഞ്ഞ തവണ അത് 45.34 ആയിരുന്നു. 1.17% കുറവ് UDFന്റെ വോട്ടിലും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നേരിയ കുറവ്, ഏതാണ്ട് ഒരു 790 വോട്ടിന്റെ കുറവ് UDFന്റെ വോട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ LDFന് എത്രമാത്രം ക്ഷീണം നിലമ്പൂരിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണക്കാണ് നമുക്ക് ഈ ചാർട്ടിൽ കാണുന്നത്. നോക്കൂ, ഇത്തവണ 66,660 വോട്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ 81,227 വോട്ട് കഴിഞ്ഞ തവണ നേടിയിരുന്നു. നോക്കൂ, കുറവ് നോക്കൂ, 14,567 വോട്ടിന്റെ കുറവ് LDFന് അവിടെ ഉണ്ടായിരിക്കുന്നു, നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നു. ഇത്തവണത്തെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 37.88. ഈ ചുവന്ന ഭാഗം നോക്കൂ, ഈ ചുവന്ന ഭാഗത്ത് കൃത്യമായി 37.88 എന്ന് പറയുമ്പോൾ മറുവശം 45 എന്ന് കൂടി ഓർക്കണം. ഇങ്ങേ അറ്റത്ത് നീല കളറിൽ UDF 45 വരുന്നുണ്ട്. 2021 അവിടെ LDF 46.9%, 47% അടുപ്പിച്ച് വോട്ട് നേടിയ സ്ഥലത്താണ് 37.88, 9.02% വോട്ട് LDFന് കുറഞ്ഞിരിക്കുന്നു നിലമ്പൂരിൽ. അതൊരു കണക്കാണ്, ഞെട്ടിക്കുന്ന കണക്കാണ് LDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം. നോക്കൂ, ഇത്തവണ PV അൻവർ എങ്ങനെയാണ് വന്നത്? PV അൻവർ ഇത്തവണ 19,760 വോട്ട്, ഏതാണ്ട് 20,000 വോട്ടിനടുത്ത്
PV അൻവർ നേടുന്നു 19,760. 11.23%. ഈ പച്ച കളറിൽ കാണുന്ന ഈ ഭാഗം 11.23% വോട്ട് PV അൻവർ അവിടെ നേടുന്നു. നിർണായകമായ ഒരു വോട്ട്. അദ്ദേഹത്തിന്റെ എന്റെ ശക്തി ഇതാണ് എന്ന് കാണിക്കാൻ 20,000 അടുപ്പിച്ച് വോട്ട് PV അൻവർ നേടുന്നു. NDAയുടെ നില എങ്ങനെയാണ്? BJP സ്ഥാനാർത്ഥി, കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി അശോക് കുമാർ, അദ്ദേഹം കഴിഞ്ഞ തവണ 8,595 വോട്ട് നേടിയപ്പോൾ ഇത്തവണ മോഹൻ ജോർജ് NDA സ്ഥാനാർത്ഥി 8,648, 53 വോട്ടിന്റെ കൂടുതൽ. വലിയ വ്യത്യാസമില്ല, 50 വോട്ടിന് 53 വോട്ടിന്റെ വ്യത്യാസം. പെർസെന്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ 4.96%, ഇത്തവണ 4.95%, കഴിഞ്ഞ തവണ 0.01%. ഒരു നേരിയ വ്യത്യാസം. അതായത് അവരുടെ വോട്ട് നിലനിർത്തി എന്ന് മാത്രം പറയാം. NDAയുടെ തട്ടകത്തിലേക്ക് വരുമ്പോൾ പഞ്ചായത്ത് തിരിച്ചുള്ള വോട്ട് ഷെയർ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തിരിച്ചുള്ള വോട്ട് കണക്ക് നിഷാദ്, ഇതിൽ ചില കൗതുകങ്ങൾ ഒളിപ്പിച്ച കണക്കാണ് ഇന്ന്. കാരണം നിലമ്പൂർ നഗരസഭയിൽ ഇത്തവണ ആര്യാടൻ ഷൗക്കത്ത് 4,000 അടുപ്പിച്ച് 3,967 വോട്ടിന്റെ ലീഡ്. ഈ കാണുന്ന കണക്ക് അതിലേക്ക് ശ്രദ്ധിക്കണം. ആ കണക്കിൽ നോക്കുമ്പോൾ ഈ 2021 1,513 വോട്ടിന്റെ ലീഡ് LDFന് അന്ന് PV അൻവറിനുണ്ടായ സ്ഥലത്താണ്. ഇരട്ടിയിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ നഗരസഭയിൽ പിടിച്ചെടുക്കുന്നത്. വഴിക്കടവ്, അവിടെയാണല്ലോ തുടങ്ങിയത്. വഴിക്കടവ് പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 35 വോട്ടിന് LDF ലീഡ് ചെയ്ത സ്ഥലം 1,829. എത്ര മടങ്ങാണ് അവിടെ ആര്യാടൻ ഷൗക്കത്ത് വോട്ട് നേടിയിരിക്കുന്നത് ഇത്തവണ എന്ന് നോക്കണം. മൂത്തേടം പഞ്ചായത്ത് ഇളക്കമില്ലാത്ത UDFന്റെ ഉറച്ച കോട്ട എന്നൊക്കെ പറയാവുന്ന വലിയ വ്യത്യാസം നമുക്ക് അവിടെ പറയാനില്ല. 1,803 വോട്ടിന്റെ ലീഡ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. അത് 2,067 എന്ന നിലയിലേക്ക് ഒരു 200 വോട്ടിന് അടുപ്പിച്ച് വോട്ട് കൂട്ടി. ഏതാണ്ട് ഒരു 150 വോട്ടിന്റെ ഒരു വ്യത്യാസം അവിടെ നമുക്ക് കാണാം. എടക്കര പഞ്ചായത്ത് 97 നിന്ന് 1,170 എന്ന ലീഡിലേക്ക് UDF കൊണ്ടുവരുന്നു. വലിയൊരു വ്യത്യാസം. 1000 വോട്ടിന്, 1,100 വോട്ടിന് അടുപ്പിച്ച് വ്യത്യാസം എടക്കരയിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. പോത്തുകല്ല് പഞ്ചായത്ത്, പോത്തുകല്ല് എപ്പോഴും LDFനൊപ്പം നിന്ന സ്ഥലമാണ്. M സ്വരാജിന്റെ നാടാണ്. അവിടെ കഴിഞ്ഞ തവണ 506 വോട്ടിന്റെ ലീഡ് LDFനുണ്ടായിരുന്നു. ഇക്കുറി 307 വോട്ടിന്റെ ലീഡ് സ്വരാജിന്റെ നാട്ടിൽ ആര്യാടൻ ഷൗക്കത്ത് നേടുന്നു. ചുങ്കത്തറ ഇഞ്ചോടിഞ്ച് നടക്കുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലമാണ്. കഴിഞ്ഞ തവണ 300 വോട്ടിന്റെ ലീഡ് ചുങ്കത്തറയിൽ UDFനുണ്ടായിരുന്നു. ഇക്കുറി അത് 1,287 പോകുന്നു. കരുളായി LDFന് ആശ്വസിക്കാനുള്ള ഏക കളർ നോക്കൂ. ഈ ഭാഗത്ത് ഒരേ ഒരു കളറാണ് ചുവന്നിരിക്കുന്നത്. കരുളായിയാണ്. 118 വോട്ടിന്റെ ലീഡ് മാത്രം. 1,446 വോട്ടിന്റെ ലീഡ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഒറ്റയടിക്ക് താഴേക്ക് വരുന്നു. 118 എത്തി നിൽക്കുന്നു. ഞെട്ടിച്ചത് അമരമ്പലം പഞ്ചായത്താണ്. LDF ക്യാമ്പിനെ ഞെട്ടിച്ചു കളഞ്ഞത് അമരമ്പലം പഞ്ചായത്താണ്. ഇളകില്ല അമരമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 1,492 വോട്ട് 2021 ഉണ്ടായിരുന്ന സ്ഥലം 704 വോട്ടിന്റെ UDF ലീഡിലേക്ക് അമരമ്പലം വരുന്നു. അമരമ്പലത്ത് വോട്ട് ചോരാതിരിക്കാൻ, അൻവറിന് പോകാതിരിക്കാൻ അവിടെ കൃത്യമായ പ്ലാൻ അവിടെ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ആ പ്ലാൻ പൊളിച്ചാണ് അവിടെ വോട്ട് അവിടെ അൻവർ നേടിയിരിക്കുന്നത്, അവിടെ ഷൗക്കത്ത് നേടിയിരിക്കുന്നത്. 704 വോട്ടിന്റെ ലീഡ് അമരമ്പലം പഞ്ചായത്തിലും നേടുന്നു. അപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കണക്കാണ്. 19,760. LDFന്റെ 14,000 വോട്ട് കുറഞ്ഞപ്പോൾ അവിടെ അൻവറിന് 19,760 വോട്ടിന്റെ ലീഡ്. ഇതാണ് കണക്ക് നിഷാദ്. 2021 25 തട്ടിച്ചു നോക്കുമ്പോൾ.